ഗുജറാത്ത് കലാപം ചരിത്രം മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന കഥകൾ. 2002 ഗുജറാത്തിലുണ്ടായ വംശഹത്യയെക്കുറിച്ച് സിനിമ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയതായാണ് ചില അനുകൂല രാഷ്ട്രീയ സംഘടനകളുടെ വാദം. സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും എതിരെ ഉയർത്തുന്ന സൈബർ ആക്രമണത്തിന് കാരണവും ഇത് തന്നെ. 23 വർഷം പിന്നിട്ടിട്ടും ഗുജറാത്ത് കലാപത്തെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ ഭയക്കുകയാണ്. കാരണം അത്രമേൽ ഭീകരമായ ഒരു ചരിത്രമാണ് ഗുജറാത്ത് കലാപത്തിന് പറയാനുള്ളത്. 2002 ഫെബ്രുവരി 27 രാവിലെ സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോത്ര ജംഗ്ഷൻ സ്റ്റേഷനിൽ 1ാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഏകദേശം 5 മണിക്കൂർ വൈകിയിരുന്നു. വെളുപ്പിന് 2:55 എത്തേണ്ട ട്രെയിൻ ഗോത്ര സ്റ്റേഷനിൽ എത്തിയത് 7:43 സീറ്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം 800ഓളം യാത്രക്കാർക്ക് സബർമതി എക്സ്പ്രസിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ട്രെയിനിൽ വലിയ തിരക്കും ഇരട്ടിയോളം യാത്രക്കാരും ഉണ്ടായിരുന്നു. യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്നും മടങ്ങുന്ന കർസേവകരായിരുന്നു. ട്രെയിനിൽ ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു. കർസേവകരും സ്റ്റേഷനിലുണ്ടായ മുസ്ലിം കടക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വണ്ടി പുറപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോയി. അപ്രതീക്ഷിതമായി ആരോ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തി. അവിടെ ഒരു ആൾക്കൂട്ടം ട്രെയിനിന് നേരെ നടന്നെത്തുന്നു. ആ സമയത്താണ് ട്രെയിനിന്റെ ഒരു ബോഗി കത്തി നശിക്കുന്നതും 59 പേര് മരണപ്പെടുന്നതും. ഗോത്രയുടെ തുടർച്ചയായി ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും. 1000ഓളം മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ കുറഞ്ഞത് 250ഓളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും പബ്ലിക്കായി ഗ്യാങ് റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് ചുട്ടുകൊന്ന ഹീമ കൗസർ എന്ന നിറഗർഭിണിയെ റേപ്പ് ചെയ്ത് വയറ്റിലുണ്ടായിരുന്ന ശിശുവിനെ തുരന്നെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീ വെച്ച ബിൽക്കിസ് ബാനു എന്ന 5 മാസം ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും കൺമുന്നിൽ വെച്ച് 3 വയസ്സുള്ള മകളടക്കം കുടുംബത്തിലെ 14 പേരെയും കൊന്നു തള്ളിയ 10,000കണക്കിന് മുസ്ലിങ്ങൾക്ക് നാടുവിടേണ്ടി വന്ന അസംഖ്യം ക്രൂരതകൾ നിറഞ്ഞ സംഘപരിവാർ അഴിച്ചുവിട്ട അതേ ഗുജറാത്ത് കലാപമാണിത്. ഓർക്കുക, സംഘപരിവാറിനെ പറ്റി നമ്മൾ എന്തെങ്കിലും എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു രാജ്യദ്രോഹിയാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ഇവിടെ നിഷേധിക്കുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ തന്നെ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാനുള്ളൊരു അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അതുപോലെ ഫ്രീഡം ഓഫ് റിലീജിയനും നിഷേധിക്കപ്പെടുന്നുണ്ട്. അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനമെങ്ങും വ്യാപിച്ചു. ആക്രമണങ്ങളിൽ 1000ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഒഫീഷ്യൽ കണക്കുകൾ പറയുന്നത്. എന്നാൽ അൺഒഫീഷ്യൽ കണക്ക് പ്രകാരം മരണം 2000-ലധികമാണെന്ന് സൂചിപ്പിക്കുന്നു. കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര മോദിയുടെയും അവിടുത്തെ ഭരണകൂടത്തിന്റെയും നിലപാട് വിവാദമായി. കലാപത്തിന് മോദി രഹസ്യ പിന്തുണ നൽകിയെന്ന് ആരോപണം ഉയർന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് എമ്പുരാൻ എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ അത് വലിയ അസൗകര്യമായിട്ട് തോന്നും. മറന്നുപോയ ചോരയുടെ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയല്ലേ. 2004 മെഡിക്കൽ പ്രൊഫഷണലുകൾ അവിടെ ഒരു വലിയ ശവക്കുഴി കണ്ടെത്തി. 96 ശവശരീരങ്ങൾ, 46 സ്ത്രീകളുടേത്. അതിൽ കുഴിച്ചിട്ട സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ചതായി കാണുന്നു. മൂർച്ചയുള്ള വസ്തുക്കൾ ആഴ്ന്നിറങ്ങിയത്, മാറിടങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും സിഗരറ്റ് കുറ്റി കുത്തിയ പാടുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സത്യമാണ് സിനിമയിൽ കാണിച്ചത്, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. റേപ്പ് ചെയ്യപ്പെടുന്നത് നിർബന്ധിതമായി കണ്ടു നിൽക്കേണ്ടി വന്ന കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികളുടെ അവസ്ഥ ഇറിപ്പയറബിൾ മെന്റൽ ഡാമേജ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്യാങ് റേപ്പ് വിക്ടിംസ് ഇനി ഒരു തരത്തിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത, റിപ്രൊഡക്ഷൻ സാധ്യമാവരുത് എന്ന് ഉറപ്പുവരുത്തും വിധം മാനസികമായും ശാരീരികമായും മുറിവേറ്റവരായി. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹാരൻ പാണ്ഡ്യ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഗോത്ര ട്രെയിൻ തീപിടുത്തത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി മോദി യോഗം വിളിച്ചു കൂട്ടിയെന്നും പോലീസിനോട് ഹിന്ദുക്കളുടെ തിരിച്ചടിയിൽ തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞുവെന്നും. ഈ കുറ്റവാളികളൊക്കെ ഇപ്പോൾ സ്വയം ഇതിഹാസ നായകന്മാരായി കാണുന്ന ചില പേരുകൾ മാത്രം. എല്ലാം തേഞ്ഞുമാഞ്ഞു പോയി. ഇവരെല്ലാം പതിയെ കുറ്റവിമുക്തരായി. ഗുജറാത്ത് കലാപം നടന്നിട്ടില്ലാത്തതായി മാറി. ഇപ്പോഴിതാ ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ വീണ്ടും ജനങ്ങൾക്ക് കാണാൻ വരുമ്പോൾ തീർച്ചയായും അസ്വസ്ഥത ഉണ്ടാകും. ഗർഭിണിയായ ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിച്ചതിൽ ശിക്ഷ ലഭിച്ച 11 പേരും ഇന്ന് കുറ്റവിമുക്തരാണ്, ഫ്രീ ആണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ സത്യങ്ങൾ തുറന്നു പറയുന്നവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു.
തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും കിട്ടുന്നില്ല. ഇനിയെങ്കിലും കണ്ണു തുറക്കുക, ഭയം മാറ്റിവെക്കുക.